മാർക്കോ സിനിമയ്ക്ക് ടിവിയിൽ പ്രദർശനാനുമതി നിഷേധിച്ച് സെൻസർ ബോർഡ്. വളരെ നാളിന് ശേഷം നമ്മുടെ മാർക്കോ വാർത്തകളിൽ ഇടം പിടിക്കുകയാണ്. ഇപ്പം വയലൻസുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളുടെ ഇടയിൽ വയലൻസ് കൂടുന്നു, പല പല കൊലപാതകങ്ങൾ നടക്കുന്നു, മനുഷ്യനെയൊക്കെ കൊല്ലുന്നത് വളരെ നിസാരമായിട്ട് ആൾക്കാർ കാണുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. പ്രത്യേകിച്ച് യുവാക്കൾ ലഹരിയുടെ പിടിയിലാകുന്നു, ക്രൈം കൂടുന്നു എന്നുള്ള പല നിരീക്ഷണങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു കാര്യമായിട്ട് പലരും പറയുന്നത് സിനിമയിൽ വയലൻസ് കൂടുന്നു, അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പലരും വയലൻസിലേക്ക് തിരിയുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും മാർക്കോ എന്ന് പറയുന്ന സിനിമ മലയാളത്തിലെ 100 കോടി കടന്ന ഒരു ചിത്രമാണ്. ഉണ്ണി മുകുന്ദൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഒരു കഥാപാത്രമായിട്ട് മാർക്കോ മാറി. എനിക്ക് തോന്നുന്നു കേരളത്തിലെന്നല്ല എല്ലാം ഇന്ത്യയിലൊട്ടാകെ അതൊരു തരംഗമായി മാറി. ഹിന്ദിയിലൊക്കെ 15 കോടി നേടിയ ഒരു ചിത്രം, ഒരു പാൻ ഇന്ത്യൻ ചിത്രം എന്ന് പല ചിത്രങ്ങളെയും പേരിട്ട് വിളിക്കുമെങ്കിലും പക്ഷെ മാർക്കോ അതിനെ കറക്റ്റ് ആണ് എന്ന് നമുക്ക് തോന്നി. കാരണം മാർക്കോ എല്ലാ ഭാഷയിലും വൻ വിജയം നേടി അത് മുന്നേറി എന്നുള്ളതാണ്. ഞാൻ ഈ ചിത്രത്തിൻ്റെ റിവ്യൂ പറഞ്ഞപ്പം എനിക്ക് ആ പടം അത്രമേൽ ഇഷ്ടപ്പെട്ടില്ല. കാരണം വയലൻസ് കൂടുതലാണ്. നമ്മൾ വയലൻസ് അത്രമേൽ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ഇഷ്ടം മാത്രമല്ല, ഇത് കൂടുതൽ ആൾക്കാർ കാണുകയും അത് ആൾക്കാരിലേക്ക് എത്തുകയും ദിവസങ്ങളോളം ഹൗസ്ഫുൾ ഷോ ആയിട്ടൊക്കെ ഓടുകയും ചെയ്ത മാർക്കോ. അപ്പോൾ ജനങ്ങളുടെ ഞാനെപ്പോഴും വിചാരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് സിനിമ. അപ്പോൾ ഒരു സിനിമയിലെ കഥാപാത്രങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ അതിൻ്റെ ചെറിയൊരു കാര്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയോ ആ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഈ മാർക്കോയെ സംബന്ധിച്ച് വൈനസ് പറയുന്ന കഥ. അപ്പോൾ ഇന്നത്തെ യുവാക്കൾക്ക് അത് പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റി, ആ കഥയുമായിട്ട് യോജിക്കാൻ പറ്റി. വൈലൻസ് ഇല്ലെങ്കിൽ മാർക്കോ എന്ന് പറയുന്ന സിനിമ വളരെ നിരാശയായിരിക്കും ഫലം എന്ന് തോന്നുന്നു. ഏതായാലും വയലൻസ് ആ പടത്തിന് ആവശ്യമായിരുന്നു. ആ പടം അവരത് കാണിക്കുകയും ചെയ്തു. ഈ ചിത്രം പ്രദർശിപ്പിക്കാൻ പറ്റില്ല, സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല. ഇതിൻ്റെ സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. UAO സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് TV പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുക്കത്തുള്ളൂ. ഇത് തടഞ്ഞു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. നമുക്ക് ആ വാർത്തയൊന്ന് കേൾക്കാം. മാർക്കോ സിനിമയ്ക്ക് ടിവിയിൽ പ്രദർശനാനുമതി നിഷേധിച്ച് സെൻസർ ബോർഡ്. കാറ്റഗറിയിലുള്ള സിനിമ ലോവർ കാറ്റഗറിയിലേക്ക് മാറ്റാനുള്ള അപേക്ഷയാണ് നിരസിച്ചത്. വയലൻസ് രംഗങ്ങൾ നീക്കം ചെയ്യാതെ സിനിമ പ്രദർശിപ്പിക്കാനാകില്ലെന്ന് സെൻസർ ബോർഡ് അറിയിച്ചു. അപ്പോൾ അതാണ് വാർത്ത വരുന്നത്. ഏതായാലും ഈ പടം നേരത്തെ ഇറങ്ങിയത് നന്നായി എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ ഒരു കാരണവശാലും ഈ പടത്തിന് അനുമതി കൊടുക്കാനേ സാധ്യതയില്ല എന്നായിരുന്നു തോന്നുന്നത്. കാര്യം സെൻസർ ബോർഡ് കണ്ട് അതിൻ്റെ രംഗങ്ങളൊക്കെ പലതും വെട്ടിമാറ്റി. ഈ വയലൻസ് നിറഞ്ഞ രംഗങ്ങളായിരിക്കും വെട്ടിമാറ്റിയത്. എന്നതിന് ശേഷമാണ് പ്രദർശനാനുമതി കൊടുത്തിട്ട് ആൾക്കാർ കാണുകയും അത് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. TV-യിൽ എനിക്ക് തോന്നുന്നു, TV-യിൽ പൊതുവെ യുവാക്കൾ എല്ലാവരും കാണും. 18 വയസ്സിന് താഴെയുള്ളവരാരും കാണരുത് എന്ന് കർശനമായ നിർദ്ദേശത്തോടെയാണ് സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടിയ ചിത്രങ്ങൾ 18 വയസ്സിന് താഴെയുള്ളവരുടെ ആധാർ കാർഡ് നോക്കിയാണ് തിയേറ്ററിൽ കയറ്റുന്നത്. അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഏതായാലും പണ്ടുതൊട്ടേ നമ്മൾ കാണുന്നതാണ്. ഏതായാലും യുവാക്കളല്ലാത്തവരും 18 വയസ്സിന് താഴെയുള്ളവരും ഈ ചിത്രം കയറി കണ്ടു എന്നുള്ളത് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ ഇത്രമേലൊരു വലിയ വിജയം നേടത്തില്ല. ഏതായാലും ഇതിൻ്റെ നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദ് അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ലാഭം നേടിയൊരു ചിത്രമായിരുന്നു. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇനി ഇങ്ങനെയുള്ള ചിത്രം ഒരു കാരണവശാലും ഞാൻ നിർമ്മിക്കത്തില്ല എന്ന് പറയുന്നത്. വയലൻസ് നിറഞ്ഞ ഇപ്പം മാർക്കോ എന്ന് പറയുന്ന ചിത്രമാണ് ഇപ്പോഴത്തെ കേരളത്തിലെ വയലൻസിന് മൊത്തം കാരണമെന്ന് നമ്മൾ പലരും ഇങ്ങനെ വാർത്താ ചാനലുകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്കത് കണ്ടപ്പം തോന്നിയെന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും പിഴലിക്ക് ഒന്ന് കെട്ടിവെക്കണം. നമ്മുടെ കയ്യിൽ തെറ്റ് കണ്ടാലും അവൻ അവിടെ നിന്നുകൊണ്ട് നോക്കിക്കൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്ന് ന്യായീകരണം കണ്ടെത്തുന്നതാണ് പൊതുവെ നമ്മൾ. അതുതന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം വയലൻസ്, ലഹരിയും എല്ലാം സമൂഹത്തിൽ ലഹരിയുടെ അതിപ്രസരം പടർന്നു പിടിക്കുമ്പോഴാണ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നു എന്നൊന്നും ഒരു ബോധമില്ലാതെ വരും. അപ്പം അങ്ങനെയാണ് ഈ വയലൻസ് ഉണ്ടാകുന്നത്.
ഉണ്ടായി കഴിയുമ്പോൾ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സിനിമയുടെ തലയിൽ മാർക്കോ വന്നുകൊണ്ടാണ്, മാർക്കോ കണ്ടിട്ടാണ് പിള്ളേരെല്ലാം ഇങ്ങനെ ആയിപ്പോയത് എന്ന് പറയുന്നു. ഏതായാലും നിർമ്മാതാവ് ഇനി ഇങ്ങനൊരു ചിത്രം നിർമ്മിക്കത്തില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ വാക്കുകളും കൂടെ ഒന്ന് കേൾക്കാം. എനിക്ക് എൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ മാർക്കോ എന്ന സിനിമ ചെയ്തപ്പോൾ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ സിനിമ ചെയ്തത്. നമ്മളൊരു സിനിമയായിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ സിനിമ ചെയ്തത്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ സമൂഹത്തിലൊരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ ഇനി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല. വയലൻസ് അങ്ങനെ ഒരു ഇൻസ്പയർ ആവുമെന്നുണ്ടെങ്കിൽ എൻ്റെ സിനിമയിൽ നിന്ന് ഞാനത് മാറ്റി നിർത്താൻ തയ്യാറാണ്. കാരണം എനിക്ക് എൻ്റെ ഉത്തരവാദിത്തമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും ഇനി വയലൻസ് സിനിമകളിൽ പരമാവധി കുറച്ച് കാണിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഉത്തരവാദിത്തം. അപ്പം അദ്ദേഹം ഇനി ഇങ്ങനെയുള്ള ചിത്രങ്ങൾ നിർമ്മിക്കത്തില്ല എന്നാണ് അദ്ദേഹം അടിപ്പിച്ചത്. നല്ല കാര്യമല്ലേ? ഞാനൊരു കാര്യം പറയുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള പണം വരതൊന്നുമില്ല. ജനങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ, അവൻ എന്താണോ അർഹതപ്പെടുന്നത് അതാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പം വയലൻസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഭൂരിപക്ഷം ആൾക്കാരും വയലൻസ് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് വയലൻസ് സിനിമകൾ കൊടുത്താലെന്നാണ്. സിനിമയാണ്, അത് സിനിമയുടെ രീതിയിൽ കാണണമെന്നും ഒക്കെ മനസ്സിലാകിയില്ലെങ്കിൽ നമ്മൾ എന്ത് കാണിച്ചാലും അതൊരു പ്രശ്നമാകും. എനിക്ക് തോന്നുന്നു സിനിമയേക്കാൾ ഉപരി തന്നെ രാഷ്ട്രീയത്തിൽ വയലൻസിൻ്റെ അത് പ്രശ്നം കൂടുതലാണ്. അപ്പം ഇനി രാഷ്ട്രീയം നിരോധിക്കണമെന്ന് പറയും. ഏതായാലും അതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു കാര്യം ഉള്ളത് വളരെ നല്ല കാര്യമാണ്. ഇനിയും പണ്ട് ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ദൃശ്യത്തെപ്പറ്റി ഇങ്ങനൊരു അവബോധം ഉണ്ടായിരുന്നു. ദൃശ്യം ഇറങ്ങിക്കഴിഞ്ഞ ശേഷം പല കൊലപാതകങ്ങൾ നടക്കുമ്പോഴും ടാങ്കിനകത്തും ഈ അടുക്കളയിലൊക്കെ കുഴിച്ചിടാനൊക്കെ ആൾക്കാർക്ക് പ്രചോദനമായത് ദൃശ്യം സിനിമയിലെ ക്ലൈമാക്സ് ആണെന്നുള്ള പറച്ചിലുണ്ടായിരുന്നു. പക്ഷെ അതിനു മുമ്പും അതിനു മുമ്പും പല കൊലപാതകങ്ങളും നടന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ കുഴിച്ചിട്ടുണ്ട്. പക്ഷെ ദൃശ്യം വന്നതിന് ശേഷം ദൃശ്യം മോഡൽ കൊലപാതകം ഇന്നടത്ത്, ദൃശ്യം മോഡൽ കൊലപാതകം ഇന്നടത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ അതൊരു വലിയ ആഘോഷമാക്കി മാറ്റി. അപ്പം എനിക്ക് തോന്നുന്നു ജിത്തു ചെയ്തൊരു വേറൊരു കാര്യമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കുകയും കൂടെ ചെയ്യുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊരു വെളിപ്പാട് പോലെ ഉണ്ടാകുന്നു. ഇങ്ങനെയും ഒരു കൊലപാതകം നടത്തിയിട്ട് ഇങ്ങനെയും ശവം മറവ് ചെയ്യാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊരു സന്ദേശം കൂടെ കൊടുക്കുന്നുണ്ട്. കള്ളന്മാർക്കൊരു സന്ദേശം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാർക്കൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അതൊരു പക്ഷേ അന്വേഷണത്തേക്ക് ഒത്തിരി പല കേസുകളുടെ അന്വേഷണത്തേക്ക് ദൃശ്യം പടത്തിൽ കാണിച്ച പോലെ ഇങ്ങനെ ആയാൽ എന്താ എന്നൊക്കെ തോന്നല് ഉദ്യോഗസ്ഥന്മാർക്കുണ്ടാവുകയൊക്കെ ചെയ്യും. അത് ഒരു പരിധിവരെ നല്ലതുമായിട്ടുണ്ട്, ഒരു പരിധിവരെ ഇപ്പം സിനിമയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം മനുഷ്യനങ്ങോട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സിനിമയിലെ എനിക്ക് തോന്നുന്നു വയലൻസിനെക്കാട്ടിലും ചീത്ത പ്രവൃത്തിയെക്കാട്ടിലും കൂടുതൽ നല്ല പ്രവൃത്തികൾ ഒത്തിരി പറയുന്നുണ്ട് സിനിമയിൽ. എത്രയോ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം പ്രാവർത്തികമാക്കാൻ ആൾക്കാർക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പം സിനിമയിൽ കാണുന്ന ചീത്ത പ്രവൃത്തികൾ മാത്രമേ ആൾക്കാർ അനുകരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതും കൂടി വിശ്വസിക്കാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ അവർ നായകന്മാർ കാണിക്കുന്ന നല്ല പ്രവൃത്തികളും അനുകരിക്കേണ്ടത്, മാതൃകയാക്കേണ്ടതും ആരാധകരുടെ കടമയാണ്. അവരത് ചെയ്യുന്നില്ല. അതുകൊണ്ട് സിനിമയെല്ലാം തെറ്റാണ്, വയലൻസ് കാണിക്കാൻ പാടില്ല. ഒരു സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപമാണ്. അത് സിനിമ എന്താണ് പറയാനാകില്ല. ഒരു കഥയ്ക്കകത്ത് വയലൻസ് വേണം, ഒരു കഥയ്ക്കകത്ത് കൊലപാതകം വേണമെങ്കിൽ അതിനനുസരിച്ചാണ് കഥ പറയുകയൊക്കെ ചെയ്യുക. ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒരു സിനിമയ്ക്കകത്ത് കൊലപാതകം ചെയ്യാൻ പാടില്ല, ചോര കാണിക്കാൻ പാടില്ല, ആ അവസ്ഥയിലേക്ക് മാറും. ഏതായാലും സെൻസർ ബോർഡ് ഇങ്ങനൊരു നിലപാട് സ്വീകരിച്ചു എന്നാണ് അറിയാൻ പറ്റുന്നത്. ഏതായാലും മാർക്കോയുടെ നിർമ്മാതാവിനെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു കാര്യമാണ്. സാറ്റലൈറ്റ് അവകാശങ്ങൾ വിറ്റുപോയില്ലെങ്കിൽ നിർമ്മാതാവിനെ സംബന്ധിച്ച് ഭയങ്കര ഒരു അടിയാണ്. അത് മാർക്കോയെപ്പോലുള്ള ചിത്രം എനിക്ക് തോന്നുന്നു നല്ല തുകയ്ക്ക് വിറ്റ് മാറേണ്ടതാണ്. അങ്ങനെ പോയില്ല. എന്ത് ചെയ്യാനാണ്? അതിൻ്റെ വരുംവരായികൾ അദ്ദേഹം തന്നെ അനുഭവിക്കട്ടെ അല്ലേ? അദ്ദേഹം പുതിയ എങ്ങനെയൊക്കെയുള്ള പടങ്ങൾ നിർമ്മിക്കത്തില്ല എന്ന് പറയുന്നു. നല്ല കാര്യം. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും നമ്മൾക്കെത്താം. ഓക്കെ, ബൈ.